ഹായ് എസ് വി അരുളാണ്. ഏഷ്യാനെറ്റിലെ ജോണിൻ്റെ മോൻ വിനു സ്വന്തം ജില്ലക്കാരിയായിട്ടുള്ള ഒരു വനിതാ മാധ്യമ പ്രവർത്തക, അതും സ്വന്തം സഭയിൽ നിന്നും മന്ത്രിയായതിൽ അസ്വസ്ഥനാണത്രേ. ഇത് ഞാൻ പറഞ്ഞതല്ല. കഴിഞ്ഞ ദിവസം വീണ ജോർജിനെതിരെ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിൽ ജോണിൻ്റെ മോന് വല്ലാത്ത ആവേശം. KSUവിൻ്റെ ഗുണ്ടകൾ അല്ലെങ്കിൽ ക്രിമിനലുകൾ കാണിച്ച ആ തെമ്മാടിത്തരത്തെ ന്യായീകരിക്കാനുള്ള അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ പോലും തെറ്റുകാരി വീണ ജോർജ് ആണെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ന്യൂസ് 24/7 എന്ന് പറയുന്ന അവരുടെ വൈകുന്നേരത്തെ എന്തോ റാപ്പ് ഒരു പ്രോഗ്രാം, അതിൻ്റെ പേര് വിട്ടുപോയി, സനീഷും ഹർഷനും തമ്മിൽ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം. ആ പരിപാടിക്കകത്ത് ഹർഷൻ്റെ തുറന്നു പറച്ചിലുണ്ട്. അതായത് പലയിടങ്ങളിലും വിനു വി ജോൺ അസ്വസ്ഥനാണ്. ഈ സഭയിൽ ആണൊരുത്തനായ ജോണിൻ്റെ മോനുള്ളപ്പോൾ അവിടെ നിന്നൊരു സ്ത്രീ, ഒരു പെണ്ണ്, അവൾ ആരോഗ്യമന്ത്രിയായിട്ട് ഇവിടെ വിലസു, അങ്ങനെ മന്ത്രിയായിട്ട് അവളെ വാഴാൻ ഞാൻ വിടൂ എന്ന തരത്തിൽ ഒരു പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന തുറന്നു പറച്ചിൽ നടത്തിയത് നിങ്ങളൊന്ന് കേൾക്കണം. നോക്കി തിരിച്ച് അവർ ചോദ്യം ചെയ്യുമ്പോൾ അത് ആക്രോശിച്ചു എന്ന് പറയുന്ന ഈ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, ഈ മാധ്യമപ്രവർത്തകർ ഇവന്മാർ ഈ ആക്രമണം തുടങ്ങിയിട്ട് കുറേ കാലമായി. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതായത് രണ്ട് തരത്തിലുള്ള ആക്രമണം വീണ ജോർജ് നിരന്തരമായി നേരിടുന്നുണ്ട്. അതവർ MLA ആയ ഘട്ടം മുതൽ നേരിടുന്നുണ്ട്. അത് നമ്മൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ നമ്മൾ തന്നെ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളത് പോലെ കുശുമ്പായിരിക്കാം, അങ്ങനെ എന്തൊക്കെയാണ്. ഇപ്പം നമുക്കിടയിൽ നിന്നിട്ട് ഒരാൾ പോയി മന്ത്രിയായിരിക്കുന്നു, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എൻ്റെ ജില്ലയിൽ നിന്ന് അങ്ങനെ എന്നെ തോപ്പിച്ചൊരു മന്ത്രിയോ അതും ഒരു മാധ്യമപ്രവർത്തക എന്ന് വിചാരിക്കുന്ന മാധ്യമപ്രവർത്തകർ പോലും ഉണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് പ്രത്യേകം അവിടേക്ക് പോകുന്ന റിപ്പോർട്ടർമാരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അതിനനുസരിച്ചുള്ള ബൈറ്റ് കട്ട് ചെയ്യാൻ പ്രത്യേകം ആളെ വേറെ ഏർപ്പാടാക്കുക, ചർച്ച ആ മട്ടിൽ മാത്രം കൊണ്ടുപോവുക. ഒരു വീണ ജോർജ് ഡെസ്ക് തന്നെ ചില മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, അത് നമുക്കറിയാം. അത് കോൺഗ്രസിനോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല, വീണ ജോർജിനോടുള്ള അസൂയ കൊണ്ടാണ്. അതാണ് വാസ്തവം. അത് വീണ ജോർജിനോട് മാത്രമല്ല, പലരോടും ആ മട്ടിൽ അസൂയ പ്രകടിപ്പിക്കുന്ന ചില പ്രത്യേക കക്ഷികളുണ്ട്. അതിനെ നമ്മളിപ്പോൾ തിരുത്താൻ നമുക്ക് ഒരു കാലത്തും പറ്റില്ല. പക്ഷേ അതുകൂടി ഒരു ആയുധമാക്കി ഈ പറയുന്ന മട്ടിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സനീഷേ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയ്ക്കകത്തുനിന്ന് ഞാനല്ലാതെ വേറൊരാൾ ഇങ്ങനെ മന്ത്രിയാകാൻ പറ്റുമോ എന്നുള്ള ചിന്തയൊക്കെ ചിലർക്ക് വന്നുകൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് സ്വകാര്യമായി പല വേദികളിലും പറഞ്ഞു പോകുന്നതോ ആ കുശുമ്പും വഴക്കും കുന്നായ്മയും പങ്കുവെച്ച് പോകുന്നതോ നമ്മൾ കാണുന്നു അറിയുന്നു. പ്രൊട്ടസ്റ്റ് ഇങ്ങനെ അവർക്ക് നേരെ ശാരീരിക ആക്രമണം ഉണ്ടാകുമ്പോൾ പക്ഷേ അത് ഒരു കാരണവശാലും പാടില്ലല്ലോ. ആ ശാരീരിക ആക്രമണം ഉണ്ടാകുമ്പോൾ ശരി, ഇതൊക്കെ ഇരുന്നോട്ടെ. ശാരീരിക ആക്രമണം ഉണ്ടാകുമ്പോൾ എന്താണ്? ആക്രോശമായി അതിനെ വ്യാഖ്യാനിക്കുക, അത് നിരന്തരം ആ മട്ടിൽ അവതരിപ്പിക്കുക. അതുമാത്രമൊന്നുമല്ല, ഈ സമരം നടക്കുമ്പോൾ ഈ സമരം ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഒരു ചാനലിൻ്റെ അവതാരകൻ സൂപ്പറായിട്ടുണ്ട് എന്ന് ആവർത്തിക്കുകയാണ്, ഇത് ഗംഭീരമാണ് എന്ന്. ഇത് പ്രതിപക്ഷ നേതാവിന് തോന്നി ഇത് ശരിയായ രീതിയല്ല എന്ന്. പക്ഷേ കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൻ്റെ പ്രമുഖ അവതാരകൻ ആ സമരത്തെക്കുറിച്ചും വിശദീകരിക്കുന്നത് എന്താണെന്നറിയോ? കൊള്ളാം എന്നുള്ള മട്ടിലാണ് ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രാഷ്ട്രീയമോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ഉൾച്ചേർന്നിട്ടുണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല, സ്വാഭാവികമാണ്. കേട്ടോ, സഹപ്രവർത്തകരാണ്, മാധ്യമ സ്ഥാപനങ്ങൾ പലതാണെങ്കിലും ഇവർ തമ്മിൽ എന്താണ് ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു ഉൾപ്പോര് എന്നതിൻ്റെ കൂടി തെളിവാണ്. അതായത് സാധാരണഗതിയിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരു സഹപ്രവർത്തകയായിട്ട് ഒരാൾക്ക് മികച്ച നേട്ടം ഉണ്ടാകണമെങ്കിൽ നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജോണിൻ്റെ മോനെ പോലുള്ള, അതായത് നാട്ടുകാർക്ക് തന്നെ പൊതുശല്യമാണ്, സംഘി ചാനലിനകത്ത് പോയിരുന്ന് കൃസംഖിയായിട്ട് പ്രവർത്തിക്കുന്നു, സ്വന്തം നേട്ടത്തിന് വേണ്ടി താനാണ് ഈ മേഖലയുടെ അപ്പോസ്തലനെന്ന് ജോണിൻ്റെ മോൻ കരുതുകയാണ്. എന്നാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അയാളുടെ വാക്ക്, അയാളുടെ പ്രവൃത്തിയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ കേരളത്തിൻ്റെ ഒരു പൊതു രീതി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഈ തെരുവിൽ വന്നിട്ട് ഒരാൾ ഇങ്ങനെ ആരെങ്കിലൊക്കെ കിടന്ന് ആക്രോശം നടത്തിയാൽ എന്തായിരിക്കും ചെയ്യുന്നത്? പിന്നെ നമ്മുടെ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ള നിലയ്ക്ക് വായിൽ തോന്നിയ അലവലാദിത്തം പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അതിനോട് സഹിഷ്ണുതയോടുകൂടി കേൾക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വീണ ജോർജും ചെയ്യുന്നത്. അല്ലെങ്കിൽ വീണ ജോർജിനെ കുറിച്ച് പറയുന്ന കാര്യത്തിലാണെങ്കിൽ ഇതിനകത്ത് അയാളുടെ കടവായിൽ പല്ല് രണ്ടെണ്ണം തെറിപ്പിക്കേണ്ടതാണ്. പിന്നെ ഞാൻ വലിയ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്, എൻ്റെ സഭയിലെ ഏറ്റവും മിടുക്കൻ ഞാനാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരു വ്യക്തിക്കെതിരെ മനഃപൂർവ്വം, അതായത് വീണ ജോർജ് ഡെസ്ക് തന്നെ നടത്തിക്കൊണ്ട് അവർക്കെതിരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുത്ത് KSUക്കാർക്ക്, യൂത്തന്മാർക്കൊക്കെ വല്ലാത്ത ആവേശം പകർന്നു കൊടുക്കുന്നത് ഏഷ്യാനെറ്റ് സ്ഥാപനത്തിനകത്തെ വിനു വി ജോണാണെന്ന് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലുള്ളവർ തുറന്നു പറയുമ്പോൾ കേരളം ഞെട്ടണ്ടേ? ഈ രീതിയിൽ ഒരു ആക്രമണം അല്ലെങ്കിൽ ഗുണ്ടായിസം ഇതിപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് നേരെ, വനിതാ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നാട്ടിൽ ഈ CPMന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വനിതകൾക്ക് നേരെ ആക്രമണം നടന്നാൽ
ഉടനടി കയ്യടിയാണ്. അവർക്ക് ഒരു കാര്യത്തിലും പ്രതികരിക്കാൻ പാടില്ല. അവരെന്ത് ചെയ്താലും കയ്യും കെട്ടി നോക്കി നിന്നോണം. ഇവർ പോലുള്ള തമ്പുരാക്കന്മാരാണ് വിധി എഴുതുന്നത്. ഇത് അങ്ങനെയല്ല, ഇങ്ങനെയല്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ വീണ ജോർജിനെതിരെ ഉണ്ടായിരിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇങ്ങനത്തെ അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് നമ്മൾ വാക്കുകൊണ്ടുള്ള മറുപടിയല്ല, അതിൻ്റെ എല്ലാം സർവ്വസീമയും ക്രോസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ജോണിൻ്റെ മോന് ഈ നാടിൻ്റെ സഹിഷ്ണുതയുടെ ആനുകൂല്യങ്ങളാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് ഒരു സ്ത്രീക്ക് അവർക്ക് നേരെ ഇല്ലാത്ത കാര്യത്തിന് ആക്രമണം നടത്തുമ്പോൾ അതിന് പുതിയ കഥകളും അതിന് പുതിയ നരേഷനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ പ്രവർത്തനത്തെ നാട് തിരിച്ചറിയേണ്ടതുണ്ട്. മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലുള്ളവർ തന്നെ പറയുമ്പോൾ ഇയാളൊക്കെ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. സ്വന്തം സഭയിൽ നിന്ന് ഒരു വനിതാ മന്ത്രിയായി പോയതിൽ ഇത്രത്തോളം ഹൃദയം പൊട്ടി ജീവിക്കുന്ന വേറൊരു മനുഷ്യനില്ല. അതാണ് ജോണിൻ്റെ മോനെന്ന് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലുള്ളവർ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് വീണ ജോർജ് ഡെസ്കാണ് അവർക്കെതിരെ വാർത്ത വരുത്താൻ വേണ്ടി ഇവിടെ സംഘടിതമായി ഒരു മാധ്യമ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്.